ഹസന ഉംറ സംഘം ഇന്ന് മഖ്ബറത്തു മൈമൂനയിലേക്കുള്ള സിയാറയും അതുപോലെ തന്നെ ഇബ്നു ഉമർ തങ്ങളുപ്പാപ്പയുടെ ദർബാർ സിയാറയും കൂടെ ഉദ്ദേശം വെച്ചുകൊണ്ടുള്ള യാത്രയിലാണ്. അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ. പ്രഭാതത്തിൽ തന്നെ ഞങ്ങൾ ഇറങ്ങി തിരിച്ചു. അങ്ങനെ ആദ്യം തന്നെ ഞങ്ങൾ മസ്ജിദ് ആയിഷയിൽ പോയി ഇഹ്റാം ചെയ്തു. അങ്ങനെ ഉമ്മഹാത്തുൽ മുഅ്മിനീനിൽപ്പെട്ട മൈമൂന ഉമ്മയുടെ മഖ്ബറയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. മൈമൂന ഉമ്മയെക്കുറിച്ച് നമ്മളെല്ലാവരും പലതും കേട്ടതാണല്ലോ അല്ലേ. ഉമ്മഹാത്തുൽ മുഅ്മിനീനിൽപ്പെട്ട അവസാനത്തെ ഭാര്യയാണ് മൈമൂന ഉമ്മ എന്നുള്ളത്. മൈമൂന ഉമ്മ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുപ്പാപ്പയുടെ ഭാര്യ ആവുന്നതിന് മുമ്പ് തന്നെ 2 ഭർത്താക്കന്മാരാൽ വിധവയാക്കപ്പെട്ട ഒരാളായിരുന്നു. അങ്ങനെയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുപ്പാപ്പ മക്കം ഫത്ഹിൻ്റെ സമയത്ത് പരിശുദ്ധമായ ഉംറ ചെയ്യുമ്പോൾ അതിങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്താണ് മൈമൂന ഉമ്മക്ക് മുത്തായ തങ്ങളുപ്പാപ്പയുടെ ഭാര്യമാരിൽപ്പെട്ട ഒരാളായിരുന്നെങ്കിൽ എന്ന് വല്ലാത്ത ആഗ്രഹം തോന്നിയത്. ഹബീബായ തങ്ങളുപ്പാപ്പയോടുള്ള ആ ഒരു ആഗ്രഹം അവർ എന്ത് ചിന്തിച്ചു, നേരെ പോയി അബ്ബാസ് തങ്ങളുപ്പാപ്പയുടെ ഭാര്യയോട് പറഞ്ഞു. അബ്ബാസ് തങ്ങളുപ്പാപ്പ അവരുടെ ഭാര്യ അവരുടെ ഭർത്താവുന്ന അബ്ബാസ് തങ്ങളോട് പറയുകയും അബ്ബാസ് തങ്ങൾ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുപ്പാപ്പയുടെ വിവരം പറയുകയും ചെയ്തു. അങ്ങനെ മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി ജഅഫർ തങ്ങളുപ്പാപ്പയെ ഏൽപ്പിച്ചു. ഈ സമയത്തായിരുന്നു പരിശുദ്ധമായ ഖുർആനിലെ ആയത്ത് ഇറങ്ങിയത്. ഇൻ വഹബത് നഫ്സഹാ ലിന്നബി ഇൻ അറാദൻ നബിയു അൻ യസ്തൻകിഹഹാ ഖാലിസതൻ ലക മിൻ ദൂനിൽ മുഅ്മിനീൻ. നബിയെ അങ്ങിലേക്ക് സ്വന്തമായി ആരെങ്കിലും സമർപ്പണം അർപ്പിച്ചു കൊണ്ടുവന്നാൽ അങ്ങ് സ്വീകരിച്ചോളൂ എന്നുള്ള ആയത്ത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് മഖ്ബറത്തു മൈമൂനയിലാണല്ലോ. മൈമൂന ഉമ്മയുടെ വീട് ഇവിടെയായിരുന്നു. ഹബീബായ തങ്ങളുപ്പാപ്പയും മൈമൂന ഉമ്മയും കൂടെ വീട് കൂടിയ സന്തോഷിച്ച നിമിഷങ്ങളൊക്കെ ചെലവഴിച്ച ഒരു ഇടമാണിത്. അങ്ങനെ ഈ ഒരു ആയത്ത് ഇറങ്ങി എന്നുള്ളത് മൈമൂന ഉമ്മ അറിയുകയും ഹബീബായ തങ്ങളും സ്വഹാബത്തും നിലവിലുള്ളത് മക്കയിലാണ്. അവിടെ ഒരു ദർസ് നടന്നുകൊടുക്കുക. അപ്പം ഇങ്ങനെ ആയത്തിറങ്ങിയ ഉടനെ മൈമൂന ഉമ്മ അവരുടെ ഒട്ടകത്തിൽ ഓടിക്കയറി നേരെ ഇലാ ഹളറത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്ത് നബിയിലേക്ക് ചെന്നുകൊണ്ട് ഹബീബായ തങ്ങളുപ്പാപ്പയോട് പറഞ്ഞു, നബിയെ ഈ വാഹനത്തെയും ആ വാഹനത്തെ ഉള്ളതിനെയും അങ്ങിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു എന്ന്. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുപ്പാപ്പ ഈ ആയത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്തായാലും പിന്നീട് മുത്തായ തങ്ങൾ മൈമൂന ഉമ്മയെ വിവാഹം കഴിക്കുന്നത്. ചരിത്രങ്ങൾ വിശാലമാണ്, പറയാൻ സമയം വേണ്ടത്ര പോരാ. ഏതായാലും അങ്ങനെയുള്ള മൈമൂന ഉമ്മയും ഹബീബായ തങ്ങളും കൂടെ വീട് കൂടിയ സ്ഥലം ഇതാണ്. ഹബീബായ തങ്ങളുപ്പാപ്പയുടെ ഭാര്യമാരിൽപ്പെട്ട ഒരേ ഒരു ഭാര്യയേ ഉള്ളൂ, ജന്നത്തുൽ മുഅല്ലയും ജന്നത്തുൽ ബഖീം അല്ലാത്തത്. ആ ഭാര്യയുടെ മഖ്ബറയും കൂടെയാണ് ഇവിടെയുള്ളത്. അപ്പോൾ എന്തേ കാരണം, മൈമൂന ഉമ്മ ഹയാത്തുള്ള കാലത്ത് വസിയത്തായിരുന്നു, ഞാൻ വഫാത്തായി കഴിഞ്ഞാൽ എൻ്റെ ഹബീബും ഞാനും എവിടെയാണോ സന്തോഷിക്കുന്നത് അവിടെയായിരിക്കണം എന്നെ ഖബറടക്കം ചെയ്യേണ്ടത്. അങ്ങനെയാണ് ഇവിടെ നവാരിയ എന്ന് പറയുന്ന സ്ഥലത്ത് മൈമൂന ഉമ്മയുടെ മഖ്ബറ വരാൻ കാരണം. ഏതായാലും ഇൻഷാ അല്ലാഹ് പ്രിയമുള്ളവരെ, സമയക്കുറവ് കാരണം നമ്മൾ നീട്ടുന്നില്ല. അടുത്ത് നമുക്ക് ഇബ്നു ഉമർ തങ്ങളുപ്പാപ്പയുടെ ദർബാറിലേക്ക് പോയി. നമ്മളിപ്പോൾ ഉള്ളത് അബ്ദുല്ലാഹിബ്നു ഉമർ തങ്ങളുപ്പാപ്പയുടെ ദർബാറിലാണ്. അബ്ദുല്ലാഹിബ്നു ഉമർ തങ്ങളുപ്പാപ്പ എന്ന് പറഞ്ഞാൽ മഹാനവറുകൾ മുത്തബിഉ സുന്നയായിരുന്നു. മുത്തബിഉ സുന്ന എന്ന് പറഞ്ഞാൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുപ്പാപ്പാനെ മഹബത്ത് വെക്കുന്നവരുണ്ട്, ആശിഖുർ റസൂൽ എന്നാണ് പറയാ. മുത്തബിഉ സുന്ന എന്ന് പറയുമ്പോൾ എന്താ അറിയോ, ഹബീബ് എങ്ങനെ ജീവിച്ചോ അതുപോലെ ജീവിക്കാം, ഹബീബ് എങ്ങനെ നടന്നോ അതുപോലെ നടക്കാം. അതാണ് മുത്തബിഉ സുന്ന. മഹാനായ അബ്ദുല്ലാഹിബ്നു ഉമർ തങ്ങളുപ്പാപ്പ എന്ന് പറഞ്ഞാൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ. അവർ വളരെ ചെറിയ പ്രായം മുതൽ ഹബീബായ തങ്ങളുപ്പാപ്പയുടെ കൂടെ കൂടി ഹബീബ് എങ്ങനെയൊക്കെ ജീവിച്ചിരുന്നു അതെല്ലാം നോക്കി അതുപോലെ പകർത്തി ജീവിക്കാൻ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി അഹോരാത്രം പരിശ്രമിക്കുകയും ചെയ്തു. വലിയ പാണ്ഡിത്യത്തിലെത്തിയ ഒരു വലിയ ഭാഗ്യവാനാണ് മഹാനായ അബ്ദുല്ലാഹിബ്നു ഉമർ തങ്ങളുപ്പാപ്പ. ഒരിക്കൽ മഹാനവറുകൾ ഇങ്ങനെ നടന്നു പോകുന്ന വഴി ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുപ്പാപ്പയുടെ കാലശേഷം മഹാനവറുകളും ഒരു സംഘവും നടന്നു പോകുമ്പോ ഒരു സ്ഥലത്തെത്തിയപ്പോൾ അവര് മെല്ലെ താഴ്ന്നിങ്ങനെ നടന്നു. അതായത് നടക്കുമ്പോ ഇങ്ങനെ കൂന്നല്ലേ പറയാ, എന്താ മലപ്പുറം പല രാജ്യക്കാരുള്ളതുകൊണ്ട് നാട്ടുകളിലുണ്ട്. കുനിഞ്ഞു. കുനിഞ്ഞു നടന്നു. അവ കൂടെയുള്ള സ്വഹാബത്ത് വെച്ചു, എന്തിനാണ് തങ്ങളെ കുനിഞ്ഞു നടന്നത്? കാരണം ഇവിടെ ഒന്നും ഒരു തടസ്സം കൊന്നില്ല, ഇപ്പൊ ഇവിടെ നടക്കും, പെട്ടെന്ന് കുനിഞ്ഞു നടക്കാം. അപ്പൊ തങ്ങൾ പറഞ്ഞു, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതുവഴി പോയിരുന്ന സമയത്ത് അന്ന് ഇവിടെ ഒരു മരം ഉണ്ടായിരുന്നു. ആ മരം ഉണ്ടായപ്പോ ഹബീബായ തങ്ങൾ ആ മരത്തിന് എന്തായപ്പോ ബുദ്ധിമുട്ടാണ്, കുനിഞ്ഞു നടന്നിരുന്നു. നമ്മെന്താ ചെയ്യാ, വേഗം കുമ്പ പൊട്ടിച്ചിട്ട് നമ്മൾ നടക്കും അല്ലെ.
ഹബീബായ തങ്ങൾ അന്ന് കുനിഞ്ഞിട്ട് നടന്നത്. അതുകൊണ്ട് ഇപ്പോഴും മരല്ല. പക്ഷെ എന്റെ ഹബീബ് അന്ന് പോയ സമയത്ത് ഇവിടുന്ന് കുനിഞ്ഞായിരുന്നു നടന്നിരുന്നത്. അതാണ് ആ ഒരു ചെറിയൊരു ഉദാഹരണത്തിന് മനസ്സിലായി അദ്ദേഹത്തിന്റെ ജീവിതശൈലി. മറ്റൊരു സമയത്ത് മറ്റൊരിടത്ത് കാണാം, ഒരു സ്ഥലത്തൂടെ അദ്ദേഹം പോകുമ്പോൾ ഒരു സ്ഥലത്ത് പെട്ടെന്ന് സ്പീഡിലായി നടക്കുന്നതായി കണ്ടു. ചോദിച്ചു, എന്തേ തങ്ങൾ നിങ്ങൾ ഇത്ര പെട്ടെന്ന് നടക്കുന്നേ? ഇവിടെ ഇപ്പൊ അങ്ങനെ അർജന്റ് കൂട്ടി പോകേണ്ടതൊന്നും ഇല്ലല്ലോ. അപ്പോഴും പറഞ്ഞു, എന്റെ ഹബീബ് ഇതുവഴി പോകുന്ന സമയത്ത് ഇവിടെ എത്തിയപ്പോ പെട്ടെന്ന് സ്പീഡിൽ നടന്നു പോയിട്ടുണ്ടായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ നമ്മളിപ്പോ ഈ വെയിലുള്ള സമയത്ത് കൂടുതൽ പറയാം, ജസ്റ്റ് ഒന്ന് രണ്ട് ഉദാഹരണങ്ങളിൽ എന്താണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ ഉപ്പാപ്പ എന്ന് മനസ്സിലാക്കിയതാണ്. എന്തിനാ ഇവിടെ വരെ സിയാറത്ത് വന്നത് അത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ചുരുക്കി പറഞ്ഞാൽ ജീവിക്കുന്ന കാലത്തോളം ഹബീബായ തങ്ങൾ ഉപ്പാപ്പയുടെ ജീവിതം അതേപോലെ പകർത്താൻ ഭാഗ്യം ലഭിച്ച ഒരാളായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ ഉപ്പാപ്പ. വിശദമാണ് ചരിത്രം, വിശാലമായി പിന്നീട് പറയാം. ഓക്കെ, ആ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ ഉപ്പാപ്പയുടെ വീട് നിന്നിരുന്ന സ്ഥലമാണെന്ന് പറയപ്പെടുന്നു ഈ കാണക്കെട്ടിനകത്ത്. മഹാനവറുകൾ ദർബാറാണ് ഒരു കെട്ട് കണ്ടില്ലേ? നമ്മൾ ഈ മുത്തബിഉ സുന്നകളെയും ആശിഖുർ റസൂലിനൊക്കെ സിയാറത്ത് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അവർക്ക് ഹയാത്തുള്ള കാലത്ത് ഹബീബായ തങ്ങളെ വല്ലാതെ മഹബത്ത് വെച്ചിട്ട് ഹബീബിന്റെ സ്നേഹം പിടിച്ചു പറ്റിയാൽ ഇത് കുറകുമ്പോൾ അങ്ങ് മാറിക്ക് ആരെങ്കിലും കണ്ണു തട്ടും. ഹബീബിന്റെ സ്നേഹം വല്ലാതെ വാങ്ങിയെടുക്കാൻ ഭാഗ്യം ലഭിച്ചവരാ. ഞാൻ ഇത് പറഞ്ഞറിയോ, അങ്ങനെയുള്ളടത്ത് വരുമ്പോൾ ഹബീബായ തങ്ങൾക്ക് ഇഷ്ടപ്പെടും. കാരണം തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരല്ലേ അവര്. നമ്മളൊക്കെ ജീവിതം എന്താ റബ്ബിന്റെ അടുത്തുള്ള കാര്യമല്ലേ, മുത്തിനെ നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ല എന്നൊക്കെ. അതേ സമയത്ത് ഹബീബിനെ ഇഷ്ടപ്പെട്ടവരിൽ പെട്ടവരായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സിയാറത്ത് ഖബൂലാക്കുമാറാവട്ടെ.